ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ വീഡിയോസ് തന്നെ കേട്ടോ. ചുരുങ്ങിയതൊരു 5 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഒരു വീഡിയോ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനുവരി 4-നാണ് ഫസ്റ്റ് പാർട്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഇപ്പോൾ മെയ് 28-നാണ് അതിൻ്റെ ബാക്കി പൂർത്തീകരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഭൂമിയാണോ തിരിയുന്നത്, സൂര്യനാണോ സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ജനുവരിയിലാണ്. ഡിസംബർ ജനുവരി ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഈ ബാൽക്കണി നിന്ന് നോക്കി കണ്ടാലാണ് ഈ ഒരു സൂര്യനെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല വ്യൂ ആട്ടാ. അപ്പോൾ ഒരുപാട് വീഡിയോസ് എല്ലാം ഞാനിവിടെ ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂട് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് കണ്ടില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ കൈ ചൂണ്ടിയ ഭാഗത്താണ് അന്നത്തെ വീഡിയോസിൽ സൂര്യൻ ഉണ്ടായിരുന്നത്. തികച്ചും കാണാറില്ല. അത് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 5:30-ക്കാണ് അന്നും വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അപ്പോൾ ഭൂമിയാണോ തിരിയുന്നത്, സൂര്യനാണോ സഞ്ചരിക്കുന്നത് എന്നുള്ള ആ ഒരു ഡൗട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഇത് വീഡിയോ ഇഷ്ടപ്പെടുന്ന എന്തായാലും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഇത് പഴയ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ അന്ന് എടുത്ത ആ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിൽ നിന്ന് ഈ ബാൽക്കണിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാൻ തന്നെ കഴിയുള്ളൂ. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഭൂമി തിരിയുന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ശാസ്ത്രം വലുതായതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് കണ്ടുപിടുത്തവും കാര്യങ്ങളും. അപ്പം അന്ന് നമ്മൾ അറിഞ്ഞിരുന്നതെല്ലാം പലവിധ വേദഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടാണ് സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും കുറിച്ചിട്ടെല്ലാം നമ്മൾ പഠിച്ചിരുന്നത്. അതിനുശേഷമാണ് ശാസ്ത്രം വലുതായി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടുത്തങ്ങളിലൂടെ പിന്നെ ഭൂമി തിരിയുന്നു, സൂര്യൻ ഇതാവുന്നുള്ളതെല്ലാം നമ്മൾ അപ്പോൾ ആ ഒരു ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ സൂര്യൻ നമുക്ക് ആ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗം ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുശേഷം മെയ് 28 ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ മാസം വീഡിയോ ഷൂട്ട് ചെയ്ത ആ ഒരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചത്. മെയ് 28 കണ്ടില്ല, വളരെ ഡിഫറൻ്റ് ആണ്. സൂര്യൻ നമുക്ക് ഈ ഭാഗത്ത് കാണാനേ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോക്ക് തന്നെ ഒരു പ്രചോദനം. ഇപ്പോൾ ഞാൻ കൈ ചൂണ്ടി കാണിച്ച ഭാഗത്തായിരുന്നു ആദ്യം സൂര്യൻ നിന്നിരുന്നത്. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഈ സമയം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ചുരുങ്ങിയത് 5-5:30 മണിക്ക് ഓഫീസ് അടക്കുന്ന സമയത്താണ്. അന്നും വീഡിയോ ഷൂട്ട് ചെയ്തത് 5:30 മണിക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ബാൽക്കണിയിൽ മറ്റേ ഒരു വേറെ ഭാഗത്തുണ്ട്. ആ ഭാഗത്ത് പോയി കണ്ടാലേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഡിഫറൻ്റാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഈ ബാൽക്കണിയിലോട്ട് പോവാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ ഈ ബാൽക്കണിത്തെ വ്യൂസും അല്ല സൂപ്പർ തന്നെയുണ്ട്. നമ്മൾ ഇതിന് മുമ്പെല്ലാം ഇവിടെ നിന്ന് വരുന്ന ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസെല്ലാം പഴയ വീഡിയോസെല്ലാം കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ? അപ്പോൾ ഇപ്പോൾ 5:30 മണിക്ക് സൂര്യൻ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സുഹൃത്തുക്കളെ, സൂര്യനാണോ സഞ്ചരിക്കുന്നത് അതോ ഭൂമിയാണോ തിരിയുന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഇതിന് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എൻ്റെ ചെറിയൊരു കൊച്ചു മനസ്സിൽ തോന്നിയ കാര്യമാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.